കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ബഹുമാനായ ശ്രീ വി ഡി സതീശനെ തെരഞ്ഞെടുക്കുന്നതിന് തീരുമാനിച്ച നിർദ്ദേശം ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ആ തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തികഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. സഹർഷത്തോടെ ആ തീരുമാനത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. തീരുമാനം അറിയിച്ചതിനെ തുടർന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിരീക്ഷകർ ഉൾപ്പെടെ AICCയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാജി ഉൾപ്പെടെ അവർ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്രയും വേഗം എത്തിച്ചേരുന്നതാണ്. അവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് നിയമസഭാ കക്ഷിയുടെ നേരത്തെ നിശ്ചയിച്ചിരുന്ന 1 മണിക്ക് നിശ്ചയിച്ചിരുന്ന യോഗം 4 മണിയിലേക്ക് നീട്ടിയിട്ടുണ്ട്. 4 മണിക്ക് അസംബ്ലി ഹാളിൽ കോൺഗ്രസിൻ്റെ എലക്റ്റഡ് MLA-മാർ 63 പേരുടെയും യോഗം ചേരും. ആ യോഗം ഐക്യകണ്ഠേന മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ്റെ പേര് നിർദ്ദേശിക്കുന്നതാണ്. ഘടകകക്ഷി നേതാക്കന്മാരും തിരുവനന്തപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും ആലോചിച്ച് വൈകുന്നേരത്തോടെ കേരള ഗവർണറെ കാണുന്ന കാര്യം നിർദ്ദിഷ്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് തീരുമാനിക്കും. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ വിജയാശംസകളും KPCCയുടെ പേരിൽ ഞങ്ങൾ നേരുകയാണ്. മീറ്റിംഗ് അസംബ്ലി ഹാളിൽ പാർലമെന്ററി പാർട്ടി ചേരുന്നതിന് അസംബ്ലിയിൽ പ്രത്യേകം സംവിധാനമുണ്ട്. അവിടെയാണ് യോഗം ചേരുന്നത് സൗകര്യത്തിന് വേണ്ടി, എല്ലാവർക്കും വരാനുള്ള സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു. ഗവർണറുമായി കണ്ട് തീരുമാനിക്കും. Can I? Yes. Yeah, you can go ahead. Yes. The Kerala Pradesh Congress Committee wholeheartedly welcomes the decision announced by the All India Congress Committee proposing the name of Sri V.D. Satheeshan as the new Chief Minister of Kerala. This is a welcome move taken by the All India Congress Committee considering all the situation, and we extend all congratulations and support to the new CM Sri V.D. Satheeshan, and we will convene the meeting of the CLP immediately after the observers arrive and Trivandrum at 4 p.m. approximately. Thank you all.